മുഖ്യമന്ത്രി എന്ന ഉദ്വേഗമുയർത്തിയ ആ ചോദ്യത്തിന്റെ ഉത്തരം അല്പസമയത്തിനകം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള സൂചന. അതൊരു പക്ഷേ ഒരു പ്രഖ്യാപനം തന്നെയാകാം, ഒരു വാർത്താ സമ്മേളനം തന്നെയാകാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ജയറാം രമേശ് അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് തെലങ്കാനയിലേക്ക് വേണ്ടിയാണ്. അന്ന് രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയായി അനൗൺസ് ചെയ്തത് കെ.സി. വേണുഗോപാലാണ്. അതൊരു അനൗൺസ്മെന്റ് ആയിരുന്നു, അതൊരു വാർത്താക്കുറിപ്പായിരുന്നില്ല. ഒരു പക്ഷേ ജയറാം രമേശ് കേരള മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തേക്കാം ഏതാനും നിമിഷങ്ങൾക്കാം. അതല്ല, ഇനി വാർത്താക്കുറിപ്പാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരികെ പോയി അവിടെ AICCയുടെ ലെറ്റർ ഹെഡിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാവും ഉണ്ടാവുക. പക്ഷെ കൂടുതൽ സാധ്യത അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്ന സൂചനയാണ്. കാരണം ഇന്ന് ഈ സമയത്ത് ഒരു കാരണവശാലും മറ്റൊരു കാര്യത്തിനു വേണ്ടി ജയറാം രമേശ് പാർട്ടി അധ്യക്ഷനെ കാണേണ്ടതില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത്. സാധാരണ നിലയിൽ ഇങ്ങനെ വലിയ ചർച്ചകൾ ജയറാം രമേശ് ഇതൊക്കെ വലിയ കൃത്യമായി ശ്രദ്ധിക്കുന്ന മീഡിയ വിഭാഗത്തിന്റെ തലവനാണ്. മാത്രമല്ല കേരളത്തിന്റെ പൊളിറ്റിക്സിൽ വലിയ താല്പര്യമുള്ള ആൾ കൂടിയാണ്. അങ്ങനെ ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധ നിൽക്കുമ്പോൾ മറ്റൊരു ചെറിയ കാര്യത്തിന്, അത് മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് ചർച്ച നടത്തിയിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ ജയറാം രമേശ് പോകേണ്ട ഒരു സാഹചര്യമില്ല. സാധാരണ നിലയിൽ ഒരു തരത്തിലും അങ്ങനെ നമ്മൾ കരുതേണ്ടതുമില്ല. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യത്തിൽ അല്പസമയത്തിനകം ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ AICC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് മീഡിയയുടെ ചുമതലയുള്ള മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയായ ജയറാം രമേശിനുമായി ഉണ്ടായേക്കാം. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? എന്തുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കൾക്ക് കോൾ വരാത്തത്, അല്ലെങ്കിൽ കോൾ വന്നത് സ്ഥിരീകരിക്കപ്പെടാത്തത്? ആലുവയിലേക്ക് കോൾ വന്നിട്ടില്ല, തിരുവനന്തപുരത്ത് രമേശിന്റെ വസതിയിലേക്ക് കോൾ വന്നിട്ടില്ല. കോൾ വന്നതായി ഇനി 10-15 മിനിറ്റിനിടയിൽ വന്നോ എനിക്കറിയില്ല, പക്ഷേ വന്നതായി ഒരു സ്ഥിരീകരണവുമില്ല. അപ്പോൾ കേസിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ അനൗൺസ്മെന്റ് അത് ഉടൻ പ്രതീക്ഷിക്കാം. അത് ജയറാം രമേശിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആകാം, അതല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പാകാം. ഇത് രണ്ടും നമ്മൾ ഏത് നിമിഷവും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച നടത്തുകയാണ് ജയറാം രമേശ്. അതൊരു വലിയ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അല്ല, മറിച്ച് എന്താണ് തീരുമാനം അത് മനസ്സിലാക്കുകയാണ്. ആ തീരുമാനം അതൊരു റിലീസാക്കണോ, ഒരു പ്രസ്താവനയാക്കി ഇറക്കണോ, അതോ വിശദീകരിക്കണോ? ഇതാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ AICC അധ്യക്ഷൻ തന്നെ നേരിട്ട് പറഞ്ഞാൽ, ഒപ്പം ജയറാം രമേശും കൂടി ഉണ്ടായേക്കാം. ഒരുപക്ഷെ AICC അധ്യക്ഷൻ നേരിട്ട് പറഞ്ഞാലും അത്ഭുതമുണ്ട്. കാരണം സാധാരണ നിലയിൽ നേരത്തെ തെലങ്കാനയുടെ കാര്യം അഭിലാഷ് പറഞ്ഞ പോലെ രേവന്ത് റെഡ്ഡിയെ പ്രഖ്യാപിച്ചത് കെ.സി. വേണുഗോപാലായിരുന്നു, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് AICC അധ്യക്ഷന് വേണ്ടി എപ്പോഴും കമ്മ്യൂണിക്കേക്കെ ഇറക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ചർച്ചകളിൽ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട പേരുകളിൽ ഒന്നായി കെ.സി. വന്നാൽ, അങ്ങനെയാണെങ്കിൽ പോലും, അല്ല പരിഗണിക്കപ്പെട്ട പേരാണെങ്കിൽ പോലും സ്വാഭാവികം കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്താകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ജയറാം രമേശ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ, അതോ AICC പ്രസിഡന്റ് നേരിട്ട് വിശദീകരിക്കുമോ? വിഷ്ണു, എന്ത് സംഭവിക്കുന്നു ഡൽഹി ആസ്ഥാനത്ത്? എന്ത് വിവരം നമുക്ക് ലഭ്യമാക്കാം? എന്ത് വിവരം പ്രേക്ഷകർക്ക് കൊടുക്കാം? ജയറാം രമേശ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തി അകത്തേക്ക് കയറിപ്പോയതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ജയറാം രമേശ് കൂടിക്കാഴ്ച നടത്തുകയാണ്. തീരുമാനം എന്ത് തന്നെയായാലും അത് പ്രഖ്യാപിക്കാൻ AICCയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഉള്ളത് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പോ വാർത്താ സമ്മേളനമോ ആണ്. എന്തായാലും വാർത്താ സമ്മേളനം സംബന്ധിച്ച് ഇതുവരെയും ഒരു അറിയിപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വാർത്താക്കുറിപ്പാകാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കുകയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജയറാം രമേശിന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്കുള്ളിലുണ്ട്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ ജയറാം രമേശ് അകത്തേക്ക് കയറി പോയിട്ട്. ഏത് നിമിഷവും അദ്ദേഹം ഈ കൂടിക്കാഴ്ച പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി വരാം. അദ്ദേഹം പുറത്തിറങ്ങി വന്നാൽ മാത്രമേ സ്വാഭാവികമായും സാധാരണ മാധ്യമങ്ങളോടൊക്കെ വളരെ ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്ന ആളാണല്ലോ ജയറാം രമേശ്. സാധാരണയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച് പോകലല്ലേ പതിവ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരുപക്ഷെ ഒന്ന് ചോദിക്കാനുള്ള സാഹചര്യം സാവകാശം ഒക്കെ അവിടെ ഉണ്ടായേക്കാം അല്ലേ? സ്വാഭാവികമായും നമ്മൾ എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തും. ജയറാം രമേശ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. പക്ഷേ എത്രത്തോളം ഈ ഒരു ക്രൂഷ്യൽ സമയത്ത് ജയറാം രമേശ് പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ കുറവാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം സാധാരണ നിലയിൽ വലിയ പ്രാധാന്യമില്ലാത്ത, അല്ലെങ്കിൽ വലിയ ഊഹാപോഹങ്ങൾ നിലനിൽക്കാത്ത തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തുമോ എന്ന് ചോദിച്ചാൽ വളരെ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം
പ്രതികരണം ആരായും അദ്ദേഹം പ്രതികരിക്കുകയാണെങ്കിൽ മാതൃഭൂമി ന്യൂസിലൂടെ നമ്മളത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യും. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ വസതിക്കുള്ളിൽ ഇപ്പോൾ ജയറാം രമേശ് ഉണ്ട്. അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. AICCയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവി കൂടിയാണ് ജയറാം രമേശ്. എന്തായാലും നേരത്തെ അഭിലാഷ് എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. പക്ഷെ അദ്ദേഹം ഈ ഒരു മത്സര രംഗത്തുള്ളതിനാൽ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒരാളായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരിലോ അല്ലെങ്കിൽ AICCയുടെ പേരിലോ അത്തരം ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ KC വേണുഗോപാലിന് അവിടെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ. അല്പസമയത്തിനകം തന്നെ വിവരം ലഭ്യമാവുമെന്ന് വിചാരിക്കാൻ